സ്നേഹമാണ് ആത്യന്തികമായ എല്ലാ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്രോതസ്സെന്ന് മനസ്സിലാക്കി അവൾ എല്ലാവരെയും യേശുവിനെ പ്രതി സ്നേഹിച്ചു. അതാണല്ലോ ദൈവകൽപ്പനയും. യേശു അരുളി ചെയ്യുന്നു, ആരെങ്കിലും എൻ്റെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. അനുദിന ജീവിതത്തിലെ വേദനകളും ദുഃഖങ്ങളും രോഗങ്ങളും എളിമപ്പെടുത്തലുകളും എല്ലാം ദൈവസ്നേഹത്തെ പ്രതി സഹിക്കുവാനും കുരിശുകൾ സന്തോഷപൂർവ്വം വഹിക്കുവാനും അവൾ സദാ സന്നദ്ധമായിരുന്നു. ഭൂമിയിലുള്ളവരെ മാത്രമല്ല കൊച്ചറേസ്യ സ്നേഹിക്കുന്നത്. അവൾക്ക് മുമ്പേ മാർട്ടിൻ കുടുംബത്തിലേക്ക് പറന്നുയർത്തിയ ഹെലൻ, മെലാനി, ജീൻ ബാപ്റ്റിസ്റ്റ്, ജോസഫ്, കുഞ്ഞ് ജോസഫ് എന്നീ സഹോദരങ്ങളുമായി ആത്മീയ ബന്ധം അവൾ പുലർത്തിയിരുന്നു. ഏവർക്ക് ഈ ഭൂമിയിൽ ഉള്ളവരെ സ്നേഹിക്കുവാനും സ്വർഗത്തിലെ ദിവ്യനിക്ഷേപത്തിൽ നിന്നും വാരിയെടുത്ത് ഭൂമിയിലുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുമെന്ന് ചെറുപ്പത്തിലെ തന്നെ കൊച്ചറേസ്യ വിശ്വസിച്ചിരുന്നു. അവൾ എഴുതുന്നു, ആ നിമിഷത്തിന് ശേഷം എൻ്റെ കുഞ്ഞു സഹോദരന്മാരോടുള്ള എൻ്റെ ഭക്തി വർദ്ധിപ്പിക്കുകയും പലപ്പോഴും അവരോട് സംഭാഷിക്കുന്നതും ഈ പ്രവാസത്തിലെ ക്ലേശങ്ങളെക്കുറിച്ചും അവരോടൊന്നിക്കുന്നതിനായി പിതൃഭവനത്തിൽ വേഗം എത്തിച്ചേരുവാനുള്ള എൻ്റെ ആഗ്രഹത്തെക്കുറിച്ചും സംസാരിക്കുന്നതും എനിക്ക് പ്രിയങ്കരമായി തീരുകയും ചെയ്തു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവും മിശിഹായ്ക്കും സ്തുതി.